നമസ്കാരം. കേരളത്തിലെ ഏത് തൊഴിൽ മേഖല എടുത്ത് പരിശോധിച്ചാലും അവിടെ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. അത് നിർമ്മാണ മേഖലയായിരുന്നാലും ഹോട്ടൽ മേഖലയായിരുന്നാലും ഏത് മേഖലയിലും ജോലി ചെയ്യുന്നത് അന്യ സംസ്ഥാന തൊഴിലാളികളാണ്. അന്യ സംസ്ഥാന തൊഴിലാളികളായി വന്ന പലരും ഇന്നിവിടെ തൊഴിലുടമകളാണ് എന്നുള്ളത് മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം. കേരളത്തിലെ യുവാക്കൾക്ക് രണ്ട് തൊഴിലുകൾ ചെയ്യാൻ മാത്രമേ മടിയില്ലാതുള്ളൂ. ഒന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ ആകുക, മറ്റൊന്ന് സ്വിഗ്ഗി സൊമാറ്റോ പോലെയുള്ള ഓൺലൈൻ ഫുഡ് ഡെലിവറി ബോയ് ആകുക. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ നിർമ്മാണ മേഖലകൾ പോലെ ശരീരം അനങ്ങി ജോലി ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെയുള്ള മേഖലകളിൽ അവരെ കാണാനുമില്ല. എവിടെ നോക്കിയാലും അന്യസംസ്ഥാന തൊഴിലാളികളാണ്. 5 ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിൽ ജോലി ചെയ്യുന്നത് എന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ 35 ലക്ഷം പേരാണ് കേരളത്തിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നത് എന്നുള്ളത് അനൗദ്യോഗിക കണക്കാണ്. ഇവിടെ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിനായി കേരളത്തിലെ ബംഗാൾ സ്വദേശികളൊക്കെ ബംഗാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒരുപാട് ബസ്സുകൾ ഈ തൊഴിലുടമകൾ തന്നെ ഇവർക്ക് ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. കാരണം ഇവർ ബംഗാളിലേക്ക് പോയി മടങ്ങി വന്നില്ലെങ്കിൽ ഇവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ സ്ഥാപനങ്ങളുടെ അവസ്ഥ പരിതാപകരമാകും. അത് അടച്ചുപൂട്ടേണ്ടി വരും. ആ തൊഴിലുടമ സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടി വരും. അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് തൊഴിലുടമകൾ തന്നെ മുൻകൈയെടുത്ത് ഈ ബംഗാൾ സ്വദേശികളെ ബസ്സുകൾ വാടകയ്ക്കെടുത്ത് അങ്ങോട്ടേക്ക് അയക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനായി ഈ ബംഗാൾ സ്വദേശികൾ കൂട്ടമായി ഇപ്പോൾ നാട്ടിലേക്ക് പോയി തുടങ്ങിയിരിക്കുകയാണ്. ട്രെയിനുകളിലാണെങ്കിൽ വൻ തിരക്ക്. ട്രെയിൻ ടിക്കറ്റുകളും വിമാന ടിക്കറ്റുകളും കിട്ടാനില്ല ബംഗാളിലേക്ക് പോകാനായിട്ട്. കേരളത്തിൽ നിന്ന് ബംഗാളിലേക്ക് വോട്ടർമാരുമായി പോയത് 100-ലധികം ടൂറിസ്റ്റ് ബസ്സുകളാണ്. 1ാം ഘട്ട വോട്ടെടുപ്പ് 23-ാം തീയതിയും 2ാം ഘട്ട വോട്ടെടുപ്പ് 29-ാം തീയതിയുമാണ്. അസാധാരണ തിരക്കാണ് റെയിൽവേ സ്റ്റേഷൻ കൗണ്ടറുകളിൽ ഇപ്പോൾ ഉള്ളത്. ദിവസമുള്ള കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസിൽ ടിക്കറ്റ് കിട്ടാനേയില്ല. വിവേക് എക്സ്പ്രസ് കൂടാതെ ഏതാനും പ്രതിവാര ട്രെയിനുകൾ മാത്രമാണ് ഇപ്പോൾ ബംഗാളിലേക്കുള്ളത്. ഈ തിരക്ക് പരിഗണിച്ച് ഇന്ന് നാഗർകോവിലിൽ നിന്ന് ഷാലിമാറിലേക്ക് റെയിൽവേ സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട്. നാളെ തിരുവനന്തപുരം നോർത്ത് സാന്ദ്രഗച്ചി സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടെങ്കിലും ടിക്കറ്റുകളൊക്കെ നേരത്തെ തന്നെ വിറ്റുകഴിഞ്ഞിരുന്നു. ഈ പല കമ്പനികളും തൊഴിലാളികൾക്കായി ബസ്സുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമബംഗാളിൻ്റെ ഉൾപ്രദേശങ്ങളിലൊക്കെ പോയിട്ടാണ് ഇവർക്ക് വോട്ട് ചെയ്യാനുള്ളത്. പലരും ഉൾപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരാണ്. അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ ഒക്കെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു ദിവസമൊക്കെ യാത്ര ചെയ്താണ് ഇവർ ഉൾപ്രദേശത്തുള്ള തങ്ങളുടെ ഗ്രാമങ്ങളിൽ എത്തുന്നത്. അവിടേക്കാണ് ഈ ബസ്സുകൾ പോകുന്നത്. എറണാകുളത്ത് നിന്ന് കൽക്കട്ടയിലേക്ക് ബസ് എത്തണമെങ്കിൽ ഏകദേശം 2 ദിവസങ്ങളെടുക്കും. 10,000 രൂപയാണ് ഒരാളുടെ യാത്രാ ചിലവ്. ഈ തൊഴിലാളികളൊക്കെ തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവരെ വോട്ട് ചെയ്യാനായി അങ്ങോട്ട് അയച്ചത്. ഇത് ഒരു വശത്ത്. ഇനി ഇവരൊക്കെ തിരിച്ചു വന്നില്ല എങ്കിലുള്ള ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥയുണ്ടായാൽ കേരളം നിശ്ചലമാകും. എല്ലായിടങ്ങളിലും ഇപ്പോൾ ഗ്യാസിന് ക്ഷാമം വന്ന് ഇവിടെ പല ഹോട്ടലുകളും അടച്ചുപൂട്ടി. വീടുകളിൽ പോലും ആഹാരം പാകം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തും എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയില്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് കേരളം എത്തും. കാരണം കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല. അവരൊരിക്കലും മുമ്പ് കെട്ടിട നിർമ്മാണ മേഖലയിലൊക്കെ ഒരുപാട് പേർ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ളവർ പല ജോലികളും ചെയ്തിട്ടുണ്ട്. അതൊന്നും യാതൊരു മടിയുമില്ല. അത് ചെറുപ്പക്കാർക്കൊന്നും യാതൊരു മടിയുമില്ല ജോലി ചെയ്യാനായിട്ട്. കിട്ടുന്ന ശമ്പളം അന്ന് 100-150 രൂപയ്ക്കും അന്നത്തെ 100-150 രൂപയ്ക്ക് ജോലി ചെയ്യാനൊന്നും ഒരു മടിയുമില്ലായിരുന്നു. അങ്ങനെ ജോലി ചെയ്യുന്നവർ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മലയാളികളായ ഒരാൾക്കും ഇതിന് താല്പര്യമില്ല എന്നുള്ളതാണ്. അല്പം ചിന്താശേഷിയുള്ളവരൊക്കെ അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലുമൊക്കെ കുടിയേറി കഴിഞ്ഞു. ഒരു ദിവസം ഈ ബംഗാൾ സ്വദേശികളോ അല്ലെങ്കിൽ ആസാം സ്വദേശികളോ ഒക്കെ കേരളം വിട്ടാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താകും? നിർമ്മാണ മേഖലകൾ സ്തംഭിക്കും, ഹോട്ടൽ മേഖല സ്തംഭിക്കും എന്ന് വേണ്ട സർവ്വ മേഖലകളും സ്തംഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. ആകെ ജോലി ചെയ്യാനായി താല്പര്യമുള്ളത് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കാണ്. അവർ പല ചെറുപ്പക്കാരും ഓട്ടോറിക്ഷകളെടുത്ത് യൂബർ ഓട്ടോയായി ഓടുന്നുണ്ട്. ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം. ബസ് ബേകളിലാണ് ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. പലയിടങ്ങളിലും മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഇടങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിന് പുറത്തുള്ള പല സ്ഥലങ്ങളിൽ നിന്നും രാവിലെ ഓട്ടോറിക്ഷയുമായി എത്തിയിട്ടാണ് യുവാക്കളൊക്കെ ഇത്തരത്തിൽ ഓട്ടോറിക്ഷ ഓടുന്നത്. അതൊരു മോശം ജോലിയാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അത്തരത്തിൽ എല്ലാവരും ഇത്തരത്തിൽ ഓട്ടോറിക്ഷ ഓടുക അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി ബോയ് ആകുക എന്നൊക്കെ പറയുമ്പോൾ മറ്റ് തൊഴിൽ മേഖലകളിലേക്ക് ആളില്ലാതായിത്തീരും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇവരൊക്കെ തിരിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് കേരളത്തിൻ്റെ അവസ്ഥ നിശ്ചലമാകും. ഇതൊന്ന് ബോധവൽക്കരണം നൽകാനോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷകൾക്കോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കോ ഒരു നിയന്ത്രണം ഏർപ്പെടുത്താനോ ഒന്നും സർക്കാർ തയ്യാറല്ല. സർക്കാരോ അല്ലെങ്കിൽ മറ്റ് നിയമ സംവിധാനങ്ങളോ ഒന്നും തയ്യാറല്ല. ആർക്കും എന്തും ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പോക്ക്. അതുകൊണ്ട് ഇത് എങ്ങനെ എവിടെ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല.
എന്തായാലും അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇപ്പോൾ കേരളത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇനി മറ്റൊരു കാര്യം, കേരളം എപ്പോഴും മറ്റുള്ള സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ആകെ കഴുകിയിട്ട കൗബീനത്തെ പോലെ ഉള്ള ആകൃതിയിലുള്ള ഈ കേരളത്തിൽ ഇന്ന് എല്ലാ സാധനങ്ങളും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരണം. അതിർത്തി കടന്ന് അന്യസംസ്ഥാന ലോറികൾ കേരളത്തിലേക്ക് വരാതിരുന്നാൽ 2 ദിവസം കൊണ്ട് കേരളത്തിൽ അന്നം മുട്ടും എന്നതാണ് അവസ്ഥ. അരി ആന്ധ്രയിൽ നിന്ന് വരണം, പച്ചക്കറികൾ പല സംസ്ഥാനങ്ങളിൽ നിന്ന് വരണം, പാല്, ഇറച്ചി, കോഴിയിറച്ചി, മാട്ടിറച്ചി ഇതെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വരണം, ഉള്ളി, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉത്തരേന്ത്യയിൽ നിന്ന് വരണം, തുണി കോയമ്പത്തൂരിലോ തിരുപ്പൂരിൽ നിന്നോ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ഒക്കെ വരണം. ഇവിടെ ആകെ ഉൽപ്പാദിപ്പിക്കുന്നത് മദ്യവും ലോട്ടറിയും മാത്രമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മൾ ഈ രാഷ്ട്രീയപരമായിട്ട് പരസ്പരം പോരടിക്കുന്നതും രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ഗോഗോ വിളിക്കുന്നതുമൊക്കെ. ഇതൊക്കെ എന്നാണ് മലയാളികൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ളൊരു വസ്തുത. എത്ര സമാധാനത്തോടു കൂടി ജീവിച്ചിരുന്നവരാണ് നമ്മൾ. എന്ത് മനോഹരമായിരുന്നു നമ്മുടെ കേരളം. ഇന്ന് പാറക്കോറികളും അതുപോലെ ഈ കുളങ്ങൾ, വയലുകൾ, തോടുകൾ ഇതെല്ലാം നികത്തി ഇന്ന് ചൂട് കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു. ഇത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇതൊക്കെ ആര് മനസ്സിലാക്കാൻ, എന്നു മനസ്സിലാക്കാൻ ഒന്നും ഒരു പിടുത്തവുമില്ല.